അതിനായി ലിവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിൽ ഓയിൽ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആയപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, 50 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചതും അതിൻ്റെ കൂടെ സവാള സ്ലൈസ് അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴന്ന് വരുമ്പോൾ ലിവർ ഇട്ട് കൊടുക്കാം. 2 കിലോ ലിവറാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാനായി എടുത്തിട്ടുള്ളത്. ഉള്ളിയും ലിവറും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലെ വെള്ളത്തിൽ തന്നെ നമുക്കത് വെന്ത് വരും. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറി വന്നിട്ടുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം മൊത്തത്തിൽ വറ്റിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ ഇതിലേക്കിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഉള്ളപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്, ഉപ്പ് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം എല്ലാം വറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഓയിലും കൂടി ഒന്നുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഓയിലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ റെഡി.